ഹായ് വെൽക്കം ടു ലീഡ്സ് അക്കാദമി സ്മാർട്ട് പ്ലസ് ആപ്പ്. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്മാർട്ട് പ്ലസ് ആപ്പിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ ഹാവ് എവർ മെയ്ഡ് എജെ ക്രോണിന്റെ അനക്ഡോട്ട് ആണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ ജോൺ. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ ഒരു മൊഡ്യൂളിൽ നമുക്കൊരു ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ ജോൺ ആണ്. അപ്പൊ നമുക്ക് ക്യാരക്ടർ സ്കെച്ചിലേക്ക് പോവാം. ഓക്കെ. Mr. John in the anecdote, the best investment I have ever made, written by A.J. Cronin. He is in his early 40s and rather short in build with a fair complexion and clear blue eyes. His thin hair has begun to recede from his forehead. അപ്പോൾ A.J. Cronin the best investment I ever made മെയിൻ കഥാപാത്രമാണ് ആര്? മിസ്റ്റർ ജോൺ. അദ്ദേഹത്തിന് 40 വയസ്സ് പ്രായമുണ്ട്. അദ്ദേഹം ഷോർട്ട് ഇൻ ബിൽഡ് ആണ്, ഹാൻസം ആണ്, ക്ലിയർ ബ്ലൂ ഐസ് ആണ്. തിൻ ഹെയർ, പിന്നെ ലാർജ് ഫോർ ഹെഡ്, അദ്ദേഹത്തിന്റെ റിസീഡ് ചെയ്യുന്നുണ്ട്, എന്താ പുറകോട്ട് മുടി വരുന്നുണ്ട്, അങ്ങനെ എന്തായിട്ട് വരുന്നുണ്ട്, കഷണ്ടി വരുന്നുണ്ട്. He looks serious and reserved in his dark suit, sober tie and rimless spectacles. അദ്ദേഹത്തിന്റെ അപ്പിയറൻസ് ആണ് ആദ്യമേ പറഞ്ഞിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഡ്രസ്സിംഗ് സ്റ്റൈൽ പറഞ്ഞിട്ടുണ്ട്, സ്യൂട്ട്, സോബർ ടൈ ആൻഡ് റിംലെസ് സ്പെക്ടക്കിൾസ്. ഇത് അദ്ദേഹത്തിന് ഭയങ്കര സീരിയസ് ആൻഡ് റിസർവ്ഡ് പേഴ്സൺ ആണെന്ന് കാണിക്കുന്നുണ്ട്. മിസ്റ്റർ ജോൺ വാസ് ആൻ ഓർഫൻ ആൻഡ് ഹാഡ് ആൻ അൺഹാപ്പി ആൻഡ് മിസറബിൾ പാസ്റ്റ്. ഇനി അദ്ദേഹത്തിനെ കുറിച്ച് അടുത്ത് പറയാനുള്ളത്, അദ്ദേഹം ഒരു ഓർഫൻ ആണ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് അൺഹാപ്പി ആൻഡ് മിസറബിൾ ആണ്. ഹി ഹാസ് ഏണസ്റ്റ്ലി ബീൻ ഇൻ സെർച്ച് ഓഫ് എ.ജെ. ക്രോണിൻ ഫോർ ക്വൈറ്റ് എ ക്വാർട്ടർ ഓഫ് സെഞ്ചുറി. അപ്പൊ എ.ജെ. ക്രോണിൻ ഒരു 25 വർഷമായിട്ട് അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. When he was young, he led a loose life. To enjoy pleasure of life, he pledged all his belongings, borrowed huge amount from others, stole some money from his workplace and gambled. അപ്പൊ അദ്ദേഹത്തിന്റെ യങ് ലൈഫിൽ അദ്ദേഹം ഒരു ലൂസ് ലൈഫാണ്, വലിയ ലേസി ലൈഫ്, സ്ട്രിക്റ്റ് ലൈഫ് ഒന്നും അല്ലായിരുന്നു, എൻജോയ്ക്ക് ആയിരുന്നു ലൈഫ്. അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത പരിപാടി എന്താ? ഗാംബ്ലിംഗ് ആയിരുന്നു. ഗാംബ്ലിങ്ങിന് വേണ്ടി വളരെയധികം പൈസ സ്പെൻഡ് ചെയ്തു, ബോറോ ചെയ്തു, പിന്നെ മോഷ്ടിച്ചു. അങ്ങനെ എല്ലാം എന്ത് ലോസായി. Lost everything. Finally, he tried to commit suicide, but was fortunately saved by A.J. Cronin. അങ്ങനെ സൂയിസൈഡ് കമ്മിറ്റ് ചെയ്തു, പക്ഷേ A.J. Cronin അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. All this happened 25 years. ഇതെല്ലാം സംഭവിച്ച് 25 വർഷങ്ങൾക്ക് മുമ്പാണ്. He learned a good lesson from his tragedy and determined to change himself. അപ്പൊ അദ്ദേഹത്തിന്റെ ട്രാജഡിയിൽ നിന്ന് പഠിച്ച് ഒരു ഉറച്ച വിശ്വാസത്തോടെ അല്ലെങ്കിൽ ഉറച്ച തീരുമാനത്തോടെ അദ്ദേഹം തന്റെ ലൈഫിനെ മുഴുവനായിട്ട് മാറ്റിമറിച്ചു. Now he is a solicitor by profession and a director of a charitable organization. ഇന്ന് അദ്ദേഹം ഒരു വക്കീലാണ്, അതുപോലെ തന്നെ ഡയറക്ടർ ഓഫ് എ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. And this is the best investment A.J. Cronin done in his life. ഓക്കെ, നമ്മുടെ ടൈറ്റിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ A.J. ക്രോണിന്റെ ലൈഫിലെ ഏറ്റവും വലിയ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു ഇത്. ഓക്കെ, ക്യാരക്ടർ സ്കെച്ച് ഇമ്പോർട്ടന്റ് ആണ്, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്തത് പാസേജ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ലെസണിലെ ഫസ്റ്റത്തെ 2 പാസേജ്, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത ഫസ്റ്റത്തെ 2 പാസേജിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, who is the I referred to in this passage? ആരാണ് I ഇവിടെ പറയുന്നത്? Yes, A.J. Cronin. When and where does the incident mentioned in the passage occur? എപ്പോഴാണ്, എവിടെയാണ് ഇൻസിഡന്റ് നടക്കുന്നത്? The incident occurred on the deck of a ship on the ഡെക്ക് ഓഫ് ദ ഷിപ്പിലാണ് ഇൻസിഡന്റ് നടക്കുന്നത്. എപ്പോഴാണ്? The second day of Dr. Cronin's journey back from New York. Okay. ഇനി നെക്സ്റ്റ് പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് ദ ബോർഡം, ദാറ്റ് ഈസ് ടെഡിയം. ഓക്കെ. വൈ ഡിഡ് ദ നറേറ്റർ വിഷ് ടു ടേക്ക് റെസ്റ്റ്? എന്തുകൊണ്ടാണ് അദ്ദേഹം റെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്? ബിക്കോസ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ആൻസർ ക്വസ്റ്റ്യൻ ഫ്രം സ്ട്രേഞ്ചേഴ്സിന് ആൻസർ ചെയ്യാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട്. Why did the narrator ignore the man? The narrator wanted to take rest and to avoid the tedium of a importunate shipboard contact, so he ignored the man. ഇതാണ് നമ്മുടെ ഒരു പാസേജ് ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് അപ്പ്. ഓക്കെ, റൈറ്റ് അപ്പിന് നമുക്ക് 7 മാർക്കാണുള്ളത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് റൈറ്റ് അപ്പ് തന്നെയാണ്. ഓക്കെ, അപ്പം do you think the title the best investment I ever made is an appropriate to the story? Okay,
Why? Prepare a write-up on the aptness of the title. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ ടൈറ്റിൽ ഇതിന് ആപ്റ്റ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 7 മാർക്കിന്റെയാണ്. ഇതൊരു ഷോർട്ട് റൈറ്റപ്പ് ആണ്, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിനാണ്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് വേണം? ഹെഡിങ് വേണം. ആപ്റ്റ്നെസ് ഓഫ് ദ ടൈറ്റിൽ, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് I ever made. Dr. A.J. Cronin used the title, the best investment I ever made, for this story. When we read the story, we realize that the title is very apt to the theme of the. അപ്പോൾ നമ്മൾ ഈ സ്റ്റോറി വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ ഏറ്റവും വലിയ കാര്യം എന്താ? ഈ സ്റ്റോറിയുടെ ടൈറ്റിൽ ഇതിന് ഭയങ്കര ആപ്റ്റ് ആണ്, ഇതിന്റെ തീമിന് വളരെ ആപ്റ്റ് ആണ്. The word investment literally means that the act of putting money, time, efforts, etc. into something to make a profit or advantage. നമുക്കറിയാം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മണിയോ ടൈമോ എഫോർട്ടോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ്. ഓക്കെ, ഫോർ ദ സംതിങ് പ്രോഫിറ്റ് ആൻഡ് അഡ്വാൻറ്റേജ്. But Dr. A.J. Cronin used the word in connection with the story in a different sense. പക്ഷെ ഇതിൽ ഈ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. He invested his money, time and efforts not for any worldly gain. അപ്പൊ അദ്ദേഹം ഇവിടെ മണി ടൈമോ അദ്ദേഹത്തിന്റെ എഫോർട്ടും ഒരു വേൾഡ് ഗെയിൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഫിറ്റിനെ വേണ്ടി മാത്രമല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത്. He spent 7 pounds and 10 shillings only to help a poor young man. അപ്പൊ അദ്ദേഹം ഒരു മണി എന്ന് പറയുന്നത് 7 pounds and 10 shillings ആണ്. അത് എന്തിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്? ഒരു പുവർ യങ് മാനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് he forgot the whole incident in a short while. അതെല്ലാം മറന്നുപോയി. But after 25 years, he comes to know that his timely help totally transformed the young man's life and made him to great social worker. അതായത് ഈ ഒരു ചെറിയ ഹെൽപ്പ് ഒരാളെ മുഴുവനായിട്ട് മാറ്റി അദ്ദേഹം ഒരു സോളിസിറ്ററായി, അതുപോലെ തന്നെ ഒരു സോഷ്യൽ വർക്കറായി. ഇതാണ് സെക്കൻഡ് പാരഗ്രാഫ്. ഇനി തേർഡ് പാരഗ്രാഫ്. Thus this his timely interference, his time and efforts to help an young man has become fruitful. അപ്പോൾ അതായത് ഒരു ചെറിയ ഹെൽപ്പ് ഒരു മനുഷ്യനെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് ചേഞ്ച് ചെയ്തു. So he calls it is the best investment he ever made, which is apt and meaningful in every sense. ഇത് വളരെ സിമ്പിൾ ആയ ഒരു റൈറ്റപ്പ് ആണ്, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ തന്നിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് പഠിക്കുക, 7 മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ലെസണുമായിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് റിവ്യൂ ആണ്. Prepare a review of the anecdote, the best investment I ever made, focusing on the suspense and flashback. ഇത് ഞാൻ തന്ന റൈറ്റപ്പും അതുപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ചും മിക്സ് ചെയ്ത് വേണം എഴുതാൻ. ഈ റിവ്യൂ നമുക്ക് 7 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പോൾ കളയരുത് മക്കളെ, പിടിച്ചോണം. ഇനി അടുത്തത് ഡയറി എൻട്രി ആണ്. ഡയറി എൻട്രിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. After being served by Dr. A.J. Cronin, Mr. John expressed in his diary his regrets upon his loose life, foolish attempt of committing suicide, his determination to start a fresh and fruitful life, prepare the likely diary entry. Okay, അപ്പോൾ അദ്ദേഹത്തിന്റെ സൂയിസൈഡിൽ നിന്ന് സേവ് ചെയ്തതിന് ശേഷം അന്നേ രാത്രി അദ്ദേഹം എഴുതുന്ന ഡയറിയാണ്. അടുത്തത്, imagine that Mr. John after meeting the narrator for the second time write his diary. What would be the possible diary entry? Write down. അപ്പോൾ ഇവിടെ ഷിപ്പിൽ വെച്ച് വീണ്ടും 25 വർഷങ്ങൾക്ക് ശേഷം ഡോക്ടർ A.J. ക്രോണിനെ കണ്ടതിന് ശേഷം മിസ്റ്റർ ജോൺ എഴുതുന്ന ഡയറി. ഇനി റൈറ്റപ്പ് ആണ് നമ്മളിപ്പോൾ എഴുതിയത്, ദ ആപ്റ്റ്നെസ് ഓഫ് ദ ടൈറ്റിൽ. ഇനി നോട്ടീസ് ആണ്. Imagine that the youth welfare of your locality has decided to honor Mr. John for the tremendous contribution to renders in a field of charity and youth welfare. Prepare a notice announcing the honoring ceremony. അപ്പോൾ അതായത് യൂത്ത് വെൽഫെയർ, നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള യൂത്ത് വെൽഫെയർ ക്ലബ്ബ് മിസ്റ്റർ ജോണിനെ അദ്ദേഹത്തിന്റെ ചാരിറ്റബിൾ കോൺട്രിബ്യൂഷനെ ഒന്ന് ഹോണർ ചെയ്യാൻ വേണ്ടി ഒരു സെറിമണി നടത്തുകയാണ്. അതിന്റെ നോട്ടീസ് തയ്യാറാക്കുക. ഇനി അടുത്തത് സ്പീച്ച് ആണ്. The Youth Welfare Organization has decided to Mr. John for his valuable contribution in the field of social work. You are delivering a felicitation speech attending the function. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ നോട്ടീസിലെ ഫംഗ്ഷനിൽ നമ്മൾ നടത്തുന്ന ഒരു ഫെലിസിറ്റേഷൻ സ്പീച്ച്, ഒരു ആശംസാ പ്രസംഗം മിസ്റ്റർ ജോണിന്റെ ഹോണർ ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷനിൽ അതിൻ്റെ ഒരു സ്പീച്ചാണ്. നമ്മൾ സ്പീച്ചിന്റെ ഫോർമാറ്റൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഫോർമാറ്റിൽ വേണം അത് എഴുതാനായിട്ട്. ഇനി അടുത്തത് കോൺവെർസേഷൻ ആണ്. After a long period of 25 years, Mr. John meets Dr. Cronin on a ship and they engage in a conversation. Prepare the likely conversation between
ഇതാ. അപ്പോൾ ജോണും ഡോക്ടർ AJ ക്രോണിനും ഷിപ്പിൽ കണ്ടപ്പോൾ ഉള്ള കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാനാണ്. 6 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അറിയാം എന്തൊക്കെ വേണം എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആ ഒരു ഫോർമാറ്റിൽ എഴുതുക. അതുപോലെ തന്നെ നമുക്ക് fill in the blanks ചോദിക്കാം. കംപ്ലീറ്റ് ദ ഫോളോവിങ് കോൺവെർസേഷൻ സ്യൂട്ടബിളി. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. ഇത് fill in the blanks ആണ്. ഏതൊക്കെ വരണം എന്തൊക്കെ വരണം എന്ന് കൃത്യമായിട്ട് അറിയാം, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആൻസർ കണ്ടെത്തുക, ആൻസർ ഫൈൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ലെസൺ. സിമ്പിൾ ആണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് ധാരണയായി. അപ്പോൾ ഇത് നല്ലപോലെ പഠിക്കുക, നല്ലതുപോലെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. യു ക്യാൻ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.